നിറയ്ക്കുകന്നെ നിൻ ആത്മശക്തിയാലേ, നിക്ഷേപമായി നിൻ സ്നേഹം മാറി. നിത്യതയോളം കൂട്ടാളിയായി എൻ നിനവുകൾ നിന്നിൽ മാത്രം. അനുനിമിഷം നിൻ കൃപ തരിക, അണയുന്നു നിൻ ചാരെ ഞാൻ. അനുനിമിഷം നിൻ കൃപ തരിക, അണയുന്നു നിൻ ചാരെ ഞാൻ. ആശ്രിതവത്സലനേശുരാജാ, ആശ്രിതവത്സലൻ യേശുരാജാ, ആശീർവദിക്കൈ ഏഴയെന്നെ, ആശീർവദിക്കൈ ഏഴയെന്നെ. അനുനിമിഷം നിൻ കൃപ തരിക, അണയുന്നു നിൻ ചാരെ ഞാൻ. ആരോരുമില്ലാതെ അലയുമ്പോഴെന്നെ തേടി വന്നെത്തിയ നാഥനേശു, ആശ്രയമായിന്നും ജീവിക്കുന്നു, ആശ്രയമായിന്നും ജീവിക്കുന്നു. ആരോരുമില്ലാത്ത വേളകളിൽ, ആരോരുമില്ലാത്ത വേളകളിൽ, അനുനിമിഷം നിൻ കൃപ തരിക, അണയുന്നു നിൻ ചാരെ ഞാൻ. അനുനിമിഷം നിൻ കൃപ തരിക, അണയുന്നു നിൻ ചാരെ ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ. അതേ അനുനിമിഷം കർത്താവിൻ്റെ കൃപയില്ലാതെ ഈ കഷ്ടസമ്പൂർണമായ ലോകത്ത് ജീവിക്കുവാൻ കഴിയില്ല. കർത്താവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോയാൽ മാത്രമേ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനും നമുക്ക് കഴിയുകയുള്ളൂ. എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനങ്ങൾ. ദൈവത്തിൻ്റെ ദാസനായിരുന്ന യോബ് വളരെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടവരുന്നവനും ആയിരുന്നു. ഈ സത്യാവസ്ഥ, ഈ വസ്തുത ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് ഈ 3 പ്രാവശ്യം ഈ സാക്ഷ്യം 2 അധ്യായങ്ങളിലായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ 2 പ്രാവശ്യം ദൈവം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. തന്നെയുമല്ല, ഇങ്ങനെ വേറെ ആരും ഭൂമിയിലില്ലല്ലോ എന്നും ദൈവം അരുളി ചെയ്യുകയുണ്ടായി. ഉൽപ്പത്തി പുസ്തകം 1:8, 2:3. യോബ് നിഷ്കളങ്കനും ദൈവഭക്തനും എന്ന് മാത്രമല്ല, താൻ വളരെ ധനികനായിരുന്നു എന്നും തനിക്ക് 10 മക്കളുണ്ടായിരുന്നെന്നും മഹാനായ ഒരു വ്യക്തിയായിരുന്നു താനെന്നും തന്നെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അല്പസമയത്തിനുള്ളിൽ തൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുകയുണ്ടായി. തൻ്റെ മക്കളെല്ലാവരും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. തൻ്റെ ഉള്ളംകാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കുകളാൽ ബാധിച്ചു. തൻ്റെ ഭാര്യ പോലും തന്നെ തള്ളിപ്പറഞ്ഞു. തൻ്റെ സ്നേഹിതന്മാർ തന്നെ തള്ളിപ്പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നീ നീതി കെട്ടവനായതുകൊണ്ടാണ് ഇങ്ങനെയായിരുന്നു തൻ്റെ സ്നേഹിതന്മാരും. നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് പോയി ചത്തുകൂടെ എന്ന് തൻ്റെ ഭാര്യയും പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യോബ് സകലവും മൗനമായി സഹിച്ചതേയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അന്ധകാരത്തിൻ്റെ അടിത്തട്ടിലായിരുന്ന യോബ്
തനിക്ക് ഇതെല്ലാം എന്നെങ്ങനെ ഭാവിച്ചു എന്നൊന്നും തനിക്കറിയില്ല. ഇതിൻ്റെ കാരണം എന്താണെന്നൊന്നും മനസ്സിലായില്ല. ദൈവത്തിന് സ്തോത്രം. എങ്കിലും അവൻ ശാന്തമായി അതൊക്കെ സഹിച്ചു. നമ്മുടെ ജീവിതത്തിലും പരിശോധനയിലും പ്രയാസങ്ങളും വരുമ്പോൾ ദൈവം കഠിനമായി നമ്മോട് ഇടപെടുന്നു. ദൈവകോപം നമ്മുടെ മേൽ ജ്വലിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ മടിക്കുന്നില്ല. എന്നാൽ എല്ലാ സാഹചര്യങ്ങളും നാം അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്ത വരുന്നതെന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. നമുക്കൊരു വശം മാത്രമേ കാണുവാനുള്ളൂ. ആദ്യമെങ്കിൽ തന്നെ അവസാനം കാണുവാൻ നമുക്ക് കഴിയുന്നില്ല. എന്നാൽ ദൈവത്തിന് അതറിയാം. ഒരിക്കൽ ദാവീദ് തനിക്ക് ആദ്യം തന്നെ അവസാനം കാണുവാൻ കഴിയില്ലല്ലോ, മനുഷ്യനല്ലേ. അതുകൊണ്ട് കഷ്ടതയെല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാന സമയത്ത് ദാവീദ് പറയുന്നു, കഷ്ടതയുടെ ഒടുക്ക സമയത്ത് എല്ലാം തികഞ്ഞ ശേഷം ദാവീദ് പറയുന്നത് എന്താണ്? നിൻ്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. 119 സങ്കീർത്തനത്തിൽ അത് നമുക്ക് കാണുവാൻ സാധിക്കും. ചട്ടങ്ങൾ പഠിക്കുകയായിരുന്നു കഷ്ടതയിൽ കൂടെ. അത് പിന്നീട് കഷ്ടതയുടെ നന്മ, ചട്ടം പഠിച്ചതിൻ്റെ ഗുണം മനസ്സിലായത് ഒടുക്കമാണ്. ദൈവത്തിന് സ്തോത്രം. യോബ് പറയുന്നത്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നു എന്നും ഞാൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു എന്ന് യോബ് പറയുന്നു. കഷ്ടകാലത്ത് ആശ്വാസം പകരേണ്ടതിൻ്റെ ഭാര്യ പോലും തന്നോട് സഹതാപം കാണിക്കാതെ മറുതലിച്ചു നിന്നു എന്നത് എത്ര ദുഃഖകരമാണ്. ഈ കഷ്ടതയെല്ലാം ഉണ്ടാകുവാനുള്ള കാരണം എന്തെന്ന് തനിക്ക് അറിയുകയുമില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അന്ധകാരത്തിൽ എന്ത് ചെയ്യേണ്ടു എന്നറിയാൻ പാടില്ലാതെ കഷ്ടതയിൽ മുഴുകിയിരുന്ന യോബിനോട് ഹൃദയത്തിൽ സ്വർഗീയമായ ഒരു പ്രകാശം ലഭിക്കുവാനിടയായി. ആ കഷ്ടതയുടെ നടുവിൽ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള വെള്ളി വെളിച്ചമാണ് തനിക്ക് ആ വസ്തുത അറിയിച്ചു കൊടുത്തത്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ആരും സഹായത്തിനായി എത്തിയില്ല യോബിന്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാം. ഒരു മനുഷ്യനെ സഹായിക്കാൻ വരികയില്ലെന്നിരിക്കും. എന്നാൽ നാം മറന്നു പോകരുത്, നമ്മെ വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നുവെന്നാണ് യോബ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം യോബ് പറയുന്നു, എൻ്റെ വാക്കുകളൊക്കെ ഒന്ന് എഴുതി സൂക്ഷിക്കുവാൻ, ഒന്ന് എഴുതിയിരുന്നെങ്കിൽ, ഒരു പുസ്തകത്തിൽ കുറിച്ച് വച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നാഗ്രഹിച്ചു. ഇവയെ ഇരുമ്പാണിയും ഈയവും കൊണ്ട് പാറയിൽ സദാകാലത്തേക്കും കൊത്തിവെച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് സദാകാലത്തേക്ക് ഒരു റെക്കോർഡായിരിക്കാനാണ് യോബ് കരുതുന്നത്. തൻ്റെ അനുഭവങ്ങൾ ഒന്ന് എഴുതി വയ്ക്കണം, പിൻതലമുറയ്ക്ക് അത് മനസ്സിലാക്കുവാനായി. യോബിൻ്റെ കാലം കഴിഞ്ഞാലും വരുന്ന തലമുറകൾ തൻ്റെ ആത്മാർത്ഥതയും നിഷ്കളങ്കതയും ദൈവഭക്തിയും അറിയണം. തന്നെ വെറുതെയാണ് നിന്ദിക്കുകയും ദുഷിക്കുകയും ചെയ്തതെന്ന് ലോകമറിയണം. സത്യാവസ്ഥ അറിയാതെ സ്നേഹിതർ കുറ്റപ്പെടുത്തിയപ്പോൾ മാറാത്തവനായ വീണ്ടെടുപ്പുകാരനെ പറ്റിയുള്ള ദർശനം ലഭിച്ചതും അവന് ആശ്വാസം ലഭിച്ചതും എല്ലാം ഒരു പുസ്തകത്തിലോ പാറമേലോ എഴുതി വയ്ക്കുവാൻ, തൻ്റെ വിശ്വസ്തതയെപ്പറ്റി വരും തലമുറയിൽ അറിയിക്കുവാൻ അവൻ ആഗ്രഹിച്ചു. എന്ന് മാത്രമല്ല, വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നവനാണെന്ന് മനസ്സിലാക്കുകയും അവനിൽ ആശ്വാസവും ധൈര്യവും കണ്ടെത്തുവാൻ ഇടയാകുകയും ചെയ്യും എന്നവൻ ഉറച്ചു. ദൈവമക്കളെ, വരും തലമുറയ്ക്കായി നമുക്ക് ചെയ്യുവാനുള്ളത് എന്താണ്? നമുക്ക് കൊടുക്കുവാനുള്ള സാക്ഷ്യം എന്താണ്? വരും തലമുറയോട് നമുക്ക് നൽകുവാനുള്ള സന്ദേശം എന്താണ്? അതേപ്പറ്റി താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ സാക്ഷ്യം എഴുതി വെച്ച് മറ്റുള്ളവർ വായിക്കട്ടെ എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവപൈതലേ, നാം ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടാലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചിലത് പഠിക്കുവാനും ഗ്രഹിക്കുവാനുമായി മാതൃക കാണിക്കേണ്ടിയിരിക്കുന്നു. വരും തലമുറയെ
അതാണ് യോബിൻ്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യോബ് എന്താണ് പറയുന്നത്? എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. ദേഹസഹിതനായി എൻ്റെ പ്രിയനെ കാണും. ദൈവത്തിന് സ്തോത്രം. ഞാൻ തന്നെ അവനെ കാണും. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും. എന്തൊരു പ്രത്യാശ, എന്തൊരു ദൃഢവിശ്വാസം. ദൈവത്തിന് സ്തോത്രം. യോബ് പറഞ്ഞതിൻ്റെ സാരം, ഞാൻ മരിച്ച് ശരീരം ഈ ഭൂമിയിൽ ചേരും, എന്നാൽ തന്നെ ഒരു ദിവസം ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണും. ആരെങ്കിലും പറഞ്ഞു കേട്ടുള്ള വിവരം അറിയുകയല്ല, പിന്നെയോ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് അവനെ കാണും. ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രത്യാശയും സംതൃപ്തിയും. ദൈവത്തിന് സ്തോത്രം. ഞാനോ നീതിയിൽ നിൻ്റെ മുഖം കാണും. ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകുമെന്നാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്. തൽക്കാലം ജീവിതത്തിലെ പ്രതികൂലത്തിൻ്റെ നടുവിൽ ജീവിതം അവസാനിച്ചാലും ഒരു വലിയ പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചാൾസ് വെസ്ലി തൻ്റെ അവസാന സമയം സാറ്റിസ്ഫൈഡ്, സംതൃപ്തനായി എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ടാണ് കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടതെന്ന് ചരിത്രം പറയുന്നു. ചാൾസ് വെസ്ലി, ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വീരയോദ്ധാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്യുവാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. തന്നാൽ കഴിയോളം കർത്താവിനെ സാക്ഷിച്ചു, സേവിച്ചു, സംതൃപ്തിയോടെ അക്കരയ്ക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. മൈക്കിൾ ഫാരഡെ എന്ന വിജ്ഞാനി തൻ്റെ മരണത്തോടടുത്തപ്പോൾ തൻ്റെ കീഴിൽ പഠിച്ചൊരു വിദ്യാർത്ഥി അടുത്തെന്ന് ചോദിച്ചു, ഇപ്പോൾ എന്താണ് സാർ താങ്കളുടെ അനുമാനം? ദൈവത്തിന് സ്തോത്രം. എനിക്കൊന്നുമില്ല, ഞാൻ ദൃഢതയിൽ വിശ്രമിക്കുകയാണ്. ആകയാൽ അനുമാനത്തിനോ ഊഹത്തിനോ സ്ഥാനമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞ ശേഷം തിരുവചനത്തിൽ നിന്നൊരു വാക്യം അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി. അത് പൗലോസ്ലീഹായുടെ വാക്കുകളാണ്. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ഈ ഒരു ദർശനത്തോടും കാഴ്ചപ്പാടോടും കൂടെ ക്രിസ്തീയ ജീവിതം തുടരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. യോബിൻ്റെ ജീവിതത്തിലെ അനുഭവം, വിശ്വാസവീരന്മാരുടെ അനുഭവം നമുക്കൊരു പാഠമായിരിക്കട്ടെ. അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം തികയ്ക്കണം. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നുവെന്ന് കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നു. ഇപ്പോൾ പ്രവർത്തിക്കുവാനുള്ള സമയമാണ്, മടിയായിരിക്കുവാനുള്ള സമയമല്ല. ഇപ്പോൾ പകലാണ്, ഇപ്പോൾ അധ്വാനിക്കേണ്ട സമയമാണ്. അയച്ചവൻ്റെ പ്രവൃത്തി തികയ്ക്കാം. രാത്രി വരുന്നതിന് മുന്നമേ ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഉള്ളിലുള്ള അല്പകാലത്തേക്കുള്ള ചില കഷ്ടതകളിൽ നിരാശപ്പെട്ടു പോകാതെ കർത്താവ് വീണ്ടെടുപ്പുകാരനാണെന്ന് അറിഞ്ഞ് അവനായി ആശയും പ്രത്യാശയും അവനിൽ വെച്ച് മുൻപോട്ട് പോകുവാൻ ഇടയായിത്തീരട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണല്ലോ. ഞങ്ങളുടെ ജീവിത യോധനത്തിനുള്ളിൽ അനേക പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ പതറിപ്പോകാതെ കർത്താവിലേക്ക് ശ്രദ്ധ തിരിച്ച് മുൻപോട്ട് പോകുവാൻ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, ഞാൻ ആരെ വിശ്വസിക്കുന്നത് ഞാൻ അറിയുന്നു, നിൻ്റെ വചനത്തിൽ മുറുകെ പിടിച്ച് ധൈര്യത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ കൃപ ചെയ്താട്ടെ. അവിടുത്തെ സന്നിധി തലവണക്കിരിക്കുന്ന എൻ്റെ മക്കളെ എല്ലാം സമർപ്പിക്കുന്നു. എല്ലാവരുടെയും പ്രയാസങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി, രോഗങ്ങൾക്ക് ആശ്വാസം നൽകി,
ഞെരുക്കത്തിന് വിടുതൽ നൽകി ദൈവം ശക്തീകരിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും വിടുതൽ കൽപ്പിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.